എന്തൊക്കെയുണ്ട് പിന്നെ വണ്ടിയൊക്കെ പോയിട്ട് കിട്ടിയായിരുന്നാ? വണ്ടി കിട്ടി. എന്തോരം നടപ്പോട്ടവും കഴിഞ്ഞിട്ടാണ് വണ്ടി കിട്ടിയെന്നറിയാമോ? പണ്ടപ്പാടായിപ്പോയി അന്നത്തെ ദിവസം. കിട്ടി, പള്ളിമുക്കിന്ന് കിട്ടി. അവിടെ കിടന്നിട്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പോലീസുകാർ അന്വേഷിച്ചോണ്ടിരിക്കണേ ഉണ്ട്. അറിയിച്ചിട്ടില്ല, ചെന്ന് അറിയണം. എന്റെ കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. നീ കാണുവാണെങ്കിൽ എന്നോടൊന്ന് പറയണം. എത്ര രൂപ വാങ്ങി? കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. ഒന്ന് കാണുവാണെ പറയണേ. അത് വാങ്ങിക്കണം എനിക്ക്. എന്റെ ദൈവമേ, എന്റെ വണ്ടിയും പോയി, എന്റെ പണിയും മുടക്കം, എല്ലാം കൊണ്ട് ആ പണ്ടാരത്തിനെ കാണാനും കൂടി ഇല്ല. കണ്ടതിനെ നല്ല ഇടിവെച്ച് കൊടുക്കണം. എന്താന്ന് വെച്ചെന്നാലുണ്ടല്ല, അന്നത്തെ ദിവസം എനിക്ക് പണി മുടക്കാണ്. വീട്ടിലും പോകാൻ പറ്റില്ല. എന്തോരം നേരം കഴിഞ്ഞാൽ വീട്ടിലെത്തിയതെന്നറിയാമോ? ആ കണ്ട നല്ല ഇടിവെച്ച് കൊടുക്കണം. കഞ്ചാവട്ടയാണ് അതിന്. കള്ള കഞ്ചാവ മയക്കമരുന്നൊക്കെ അടിച്ച് നടക്കണ ആൾക്കാരാണെന്നാവോ. ഞാൻ അങ്ങനെയാണ് ആ വണ്ടി ഒന്ന് നന്നാക്കാൻ പറഞ്ഞോടുകൂടി വണ്ടി ആളും പോയി, സ്ഥലം വിട്ടു കളഞ്ഞു. നമ്മ രണ്ടും കൂടിയല്ലേ ഓടിയിട്ട് നമ്മ കണ്ട ചെയ്യോടൊന്നും. ഇഷ്ടം പോലെ 2 നില വീടാണ് വെച്ചേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. നല്ല കാറൊക്കെ അന്ന് വണ്ടി എടുത്തിട്ട് പോയ ആള് എന്റെ വണ്ടി ഇങ്ങോട്ട് താനാണ് പോയത്. അടിച്ച് കൊന്നുകളെ അമ്പടോ താനെ. എന്റെ വണ്ടി എവിടെ ഇട്ടാ പോയത് അന്ന്? എന്താ സഹോദരി എന്താ പറയുന്നത്? എന്താണെന്നാ, ഞാനന്ന് കഷ്ടപ്പെട്ടു പോയി. എന്റെ വണ്ടിയും പോയി, കാശും അതിൻ്റെ അകത്തായി. താൻ തന്നെ കാശൊക്കെ കാര്യം പറയും. ഞാനന്ന് എവിടെ കൊണ്ടിട്ടേക്ക് പോയത്? എന്റെ കഷ്ടപ്പാടായി. ഇപ്പൊ കാശും പോയി, വണ്ടി മാത്രം. ആള് മാറിയതല്ല, കണ്ണടയും താടിയൊക്കെ വെച്ച് ഷർട്ടൊക്കെ മാറി വരുമ്പോ ആളൊക്കെ എന്തൊരു പാട്. താൻ തന്നെയാണ്. എന്താ സഹോദരി ഇവര് പറയുന്നത്? അതെ, താൻ കണ്ണടയും വെച്ച് വാച്ചും കെട്ടി പുതിയ ഓർത്തോ? എന്താ വണ്ടി എടുത്തോണ്ട് പോയത് ഇവിടുന്ന്? ഏത് വണ്ടി? ഞാൻ കണ്ടല്ലോ എടുത്തോണ്ട് പോണത്. ഏത് വണ്ടിയുടെ കാര്യം നിങ്ങൾ പറയുന്നത്? എനിക്ക് 2 വീലർ ഓടിക്കാനില്ല, എനിക്ക് ലൈസൻസ് പോലും ഇല്ല. പിന്നെ നടന്നു വരുമോ? ആത്മാവാണ് എടുത്തോണ്ട് പോയത്. ഞാനല്ലാന്ന്. ഞാനവിടെ സെക്യൂരിറ്റി പണി ചെയ്യുന്ന ആളാ. എനിക്ക് ലൈസൻസും ഇല്ല, 2 വീലറും ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനെ വർത്താനം പോലീസിനെ പെണ്ണുങ്ങളാന്ന് വെച്ചാൽ എന്തുവാ? വണ്ടിയും കൊണ്ട് നിരപരാധിയായ റോഡിൽ കൂടെ എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ 2 പേരും പറ്റിക്കണം. അവരുടെ കാശും കൊണ്ട് നിങ്ങൾക്ക് എന്തുവാ? പെണ്ണുങ്ങൾക്ക് എന്തുവാ? പെണ്ണുങ്ങളുടെ മേത്തോട്ട് ആണുങ്ങൾ കയറുള്ളൂ. എവിടെയും നിങ്ങൾ തെറ്റ് ചെയ്തവനെ പിടിയെന്ന് ഞാൻ താനാ ചെയ്തേക്കണെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സിലായേക്കണം കണ്ടിട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോലീസിനെ ഇയാള് നമ്മുടെ പള്ളിമുക്കിലെ സെക്യൂരിറ്റി വന്നീ പുള്ളി. പള്ളിമുക്കി തന്നെയാണ് എന്റെ വണ്ടിയും കടന്നു കിട്ടിയത്. ഇയാളായിരിക്കില്ല, ഇയാളല്ല. ആ ചേച്ചിനോടൊന്ന് ചോദിച്ചു നോക്ക്. ആ ചേച്ചിയും പറയണം. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, എനിക്ക് ലൈസൻസ് പോലും ഇല്ല, 2 വീലറും ഇല്ല എനിക്ക്. സമാധാനിക്ക്. ഇയാളല്ല. ഈ ചേട്ടൻ എന്നെ അറിയുന്ന? ഞാൻ അറിയുന്നാണ്. ആ ഇരട്ടകളുണ്ടോ? എനിക്ക് അവനാണെന്ന് എനിക്കറിയത്തില്ല. ഞാനല്ല. ഇയാളല്ല. നിങ്ങളെ വെറുതെ തെറ്റിദ്ധരിച്ചതാ. ഈ മനുഷ്യനല്ല. രണ്ടുപേർക്ക് ഇയാളാണെന്നാ മനസ്സിലാക്കണം. ഇയാളെ പോലെ ഒരു വ്യത്യാസവും ഇല്ല. ഉദ്ദേശിക്കുന്ന ആളെ പുള്ളിയല്ല. എനിക്കറിയാവുന്ന എന്തൊരു പാട്. ഒരു മനുഷ്യനല്ല ആള് ഭയങ്കര ഡീസന്റ് ആണ്. നമ്മളെ ചേച്ചിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് അയാൾ നല്ല മനുഷ്യനാണ്. വേറൊരു വന്നെ കുതിര കയറി ഉദ്ദേശിക്കുന്ന ആളല്ല. പോട്ടെ, ചേട്ടൻ പോ. പുള്ളിയല്ല. പെണ്ണുങ്ങളാന്ന് വെച്ചാൽ എന്തോ എന്തൊരു കഷ്ടമാണെന്നാലും പെണ്ണുങ്ങളെ പറ്റിച്ചു കഴിഞ്ഞിട്ട് നാള് മാറാട്ടോട്ടി നടക്കണം.